ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് റോക്കിംഗ് സ്റ്റാർ KGF യാഷ് നായകനാകുന്ന ടോക്സിക് അതിലെ മനമോഹക സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നോക്കാം വാ. രണ്ടാമത്തെ പാട്ടാണ് ഇത്. KBN പ്രൊഡക്ഷൻസ്, മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസ്, യാഷ്. ഒരു ബാഡാസ് പാട്ട് പോലെ തോന്നുന്നു. ബാഡാസ് തന്നെ. പടം മൊത്തം ഇതാണ്. അത് ശരി. I wish you proposed. ബാഡാസ് തന്നെ. ഈ നായകൻ സുധാരിയാണ്. ഇത് എത്ര നായകന്മാരുണ്ടായ ശരി. Guys, ഈ പടത്തില് പബ്ലിക് എന്നില്ല, പ്രൈവറ്റ് എന്നില്ല, എല്ലായിടത്തും വെച്ചുകൊണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആൻഡ് പാട്ട് കുഴപ്പമില്ല, കൊള്ളാം. ഇതിൽ ഏറ്റവും ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതില് യാഷ് മാത്രമേ ഒരു നായകൻ, അതായത് ആണായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പെൺ കഥാപാത്രങ്ങളാണ്. നിങ്ങളെ ടീച്ചർ, ട്രെയിലർ, സോങ് എല്ലാവരും കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഇതിൽ കൂടുതലും വിമൻസ്, ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ് കൂടുതലുള്ള. സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആയിരിക്കും, അതുകൊണ്ടാണ് സ്ട്രോങ് ആൾക്കാരെയൊക്കെ എടുക്കുന്നത്. ഈ നായികയുടെ പേര് സുധാരി എന്നാണ്. ഇപ്പൊ ഇതില് യാഷ് എല്ലാരെയും പ്രേമിക്കുന്നുണ്ടെന്ന് പറയാം. നേരത്തെ തബാഹി എന്ന സോങ്ങിൽ കിയാര അദ്വാനി, അതില് ഇപ്പൊ രണ്ടാമത്തെ ഈ സോങ് മനമോഹക സോങ്ങിൽ ഇപ്പൊ സുധാരിയ. ഇനി ആരൊക്കെ വരുമെന്ന് കണ്ടറിയാം. സെയിം സ്ഥലം. യാഷ് ഒരു പ്ലേ ബോയ് ആണ് പറഞ്ഞത്. മനസ്സിലാവില്ല, ലൂപ്പ് പ്രേമമാണോ ഇതെന്തോ. സീൻ കൊള്ളാം കേട്ടാ. ഇടയിൽ ബ്രേക്കപ്പ് ആയി. യാസിനെ തൂക്കിയ മോൻ അല്ല. പിന്നെ സിദ്ധാർത്ഥ് ബസൂർ, ലിറിക്സ് പ്രമോദ് മറവാന്റെ. പാട്ട് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ പാട്ടിലും കിയാരയും ഉണ്ട്, നയൻതാരയും ഉണ്ട്. മനസ്സിലാകുന്നില്ല, ഇനി ഇവര് എല്ലാവരും പ്രണയമാണോ, അതോ ഇനി വല്ല ഗെയിം ഓഫ് ത്രോൺസ് പോലത്തെ പരിപാടികളാണോ, ഇനി വില്ലത്തിമാരാണോ, അല്ലെങ്കിൽ നായികമാരാണോ, അല്ലെങ്കിൽ സഹോദരി എന്തായാലും ആവൂല. പിന്നെ ഗെയിം ഓഫ് ത്രോൺസിൽ ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ യാഷ് എല്ലാവരോടും നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് നയൻതാര കൂടെ ഉള്ള ആരോ ഫ്രണ്ടോ, അല്ലെങ്കിൽ ഈ കൊല്ലാനോ പിടിക്കാൻ പോകുന്ന കൂടെ ഉള്ള ആരോ തോന്നുന്നു കണ്ടിട്ട്. കാരണം ആ ഫസ്റ്റ് പാട്ട് തബാഹി പാട്ടിലും നയൻതാര യാഷ് ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. അത് ഇതുപോലെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാട്ടിലും കൂടെ ഉണ്ട്. അപ്പൊ അതൊരു ഡൗട്ട് ഉണ്ട്. കണ്ടപാടെ അദ്വാനി, കിയാര അദ്വാനി എന്തായാലും മരിക്കുമെന്ന് ഉറപ്പാണ്. മിക്കവാറും യാഷ് എന്നെ കൊല്ലും. മിക്കവാറും എല്ലാരും യാഷ് കൊല്ലും. അവസാനം റുക്മിണി, ഹുമാ ഖുറേഷിയൊക്കെ കാണാനാണ് സാധ്യത കൂടുതലും, കണ്ടറിയാം. തനിഷ്ക് അടുത്തതാണ്. ഇതിന്റെ മണ്ടിയും കാര്യം ലാസ്റ്റ് സുദേവ് നായരൊക്കെ ഉണ്ട് കേട്ടാ മലയാളത്തിലാണ്. കണ്ട ഗീതു മോഹൻദാസ് ഫിലിം, വെങ്കട് കെ നാരായണ യാഷ്, പ്രൊഡ്യൂസർ യാഷ്, റോക്കിംഗ് സ്റ്റാർ യാഷ്, ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ്, പെട്ടെന്നും യാഷ്. ഓ, എല്ലാ ഗൈസ്, സിനിമയിലെ നായകൻ യാഷാണ്.
സിനിമയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് KVN വെങ്കട് നാരായണയും യാഷാണ്. സിനിമ റിട്ടേണും ചെയ്തിരിക്കുന്നത് യാഷും ഗീതു മോഹൻദാസുമാണ്. മൊത്തത്തിൽ ഈ പടം മൊത്തത്തിൽ യാഷിന്റെ കയ്യാങ്കളിയുണ്ട്, യാഷിന്റെ കൈകടത്തലുണ്ട്, അതിൽ വേറെ സംശയമൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും പലപ്പോഴും ഷൂട്ട് ചെയ്തും ചെയ്യാതെയും മാറ്റിയും മാറ്റാതെയും നീട്ടാതെയും റീഷൂട്ടും അല്ലാതെയും ഒക്കെ ചെയ്ത് ഒരുപാട് പോയത്. കാരണം അത്രയും സാറ്റിസ്ഫാക്ഷൻ ഉള്ള സീന്, അത്രയ്ക്കും കൺവിൻസ് ആവുന്ന സീന് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ മനമോഹക പാട്ട് നല്ലൊരു പാട്ട് തന്നെയായിരുന്നു. ബട്ട് ടു ബി ഓണസ്റ്റ് പാട്ട് വളരെ ശ്രദ്ധിക്കാനൊന്നും തോന്നിയില്ല. കാരണം വീഡിയോ വൈസ് ആണ് ഞാൻ നോക്കിയത്. പാട്ട് ഒരു നോർമൽ പാട്ട്, കേട്ട് നിങ്ങൾക്ക് ഒരുപാട് കേട്ടതുപോലത്തെ ഒരു പാട്ടിയായിരുന്നു, പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ ഒരു പോപ്പ് പോലെയും അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്ലോ മോഷനിൽ പോലെ ഒരു ലവ് പാട്ട് പോലെയാണ് ഇത് കേട്ടത്. കൊള്ളാം പാട്ട്. ആൻഡ് പാട്ട് ഈ പടത്തിന് മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നായികമാര് മാത്രമേ ഉള്ളൂ. ഒറ്റ നായകൻ യാഷാണ്. ഇനിയിപ്പോ യാഷ് ഡബിൾ ആണെന്ന് പറയുന്നുണ്ട്, അത് ആണോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. പക്ഷെ ഈ 5-6 നായകന്മാരിൽ 2-3 നായകന്മാരെങ്കിലും മിക്കവാറും മരിക്കാൻ സാധ്യതകളൊക്കെ ഉണ്ട്. മിക്കവാറും ഏറ്റവും കൂടുതൽ സമയം നിൽക്കാൻ പോകുന്ന നയൻതാര ആയിരിക്കും. എന്റെ ഒരു പ്രൊഡിക്ഷൻ മാത്രമാണ്. ഓരോ ഇത് കണ്ട് എല്ലാം നമ്മൾ ഗസ് ചെയ്യുന്ന പോലെ വരില്ല, എന്നിരുന്നാലും ഒരു പ്രൊഡിക്ഷനിൽ നയൻതാരയാണ് വരാൻ സാധ്യത കൂടുതൽ എന്നാണ്. പക്ഷെ ഈ പാട്ടിൽ എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ എല്ലാവരോടും യാഷ് ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ആൻഡ് പാട്ടുകളും കാണും, ഇനിയും പാട്ടുകൾ കാണും യാഷിന്റെ. വേറെ അടുത്താരോടെ ഉള്ളത്. പിന്നെ എല്ലാവരും പല ട്രോൾസിലും കണ്ടിട്ടുണ്ടായിരുന്നു രുക്മിണി വസന്തിനെ എന്തിനാണ് വിളിച്ചത്, രുക്മിണിയെ കൊല്ലാനാണ്, രുക്മിണിക്ക് എന്ത് ക്യാരക്ടറാണെന്ന്, രുക്മിണിയുടെ ഫാൻസ് ഒക്കെ ഭയങ്കര വെയിറ്റിംഗ് ആണെന്നൊക്കെ ഭയങ്കര ട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പടം റേറ്റഡ് ആണ്. കിഡ്സിനൊക്കെ കൊണ്ടൊന്നും പറ്റൂല, കാരണം അത് ഇതിലും കാണിച്ചിട്ടുണ്ടായിരുന്നു, പാട്ടുകളിലും പറഞ്ഞിട്ടുണ്ട്. പടം ഫുൾ പക്ക റേറ്റഡ് പടമായിരിക്കും. ഫുൾ വിമൻസും അതുപോലത്തെ ഡയലോഗ്സും അങ്ങനത്തെ കാര്യങ്ങളും സീൻസും ബോൾഡ് സീൻസും കണ്ടന്റ് അഡൾട്ട് സീൻസുകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു പടമായിരിക്കും. ഈവൻ പാട്ടുകളെ അങ്ങനെയൊക്കെയാണ്. ഇതൊരു റൊമാൻറ്റിക് പാട്ടാണ്. ഈ പാട്ടിൽ ഈ സുതാര്യ ഈ പുള്ളിക്കാരിയെ മിക്കവാറും തട്ടാൻ സാധ്യത ഉണ്ട്. മൊത്തത്തിൽ പാട്ട് നന്നായിട്ടുണ്ട്. പടം ഓഗസ്റ്റ് ആണ് റിലീസ് ചെയ്യുന്നത്. എന്താ പറയുക, ദുരന്തന്റെ അപ്പോൾ ഇറങ്ങേണ്ട പടമായിരുന്നു, പിന്നെ എല്ലാം മാറ്റി ഇപ്പോൾ ഓഗസ്റ്റിലാക്കിയിട്ടുണ്ട്. നോക്കാം എങ്ങനെയാണ് പടം വരുന്നത്. പക്ഷെ പാട്ട് നന്നായിട്ടുണ്ട്.